പലതും ഒരു കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് മേക്ക് ചെയ്യുന്ന രീതിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോകാറുണ്ട്. ഇത് വളരെ ഒരു നിരാശാജനകമായൊരു ഇൻസിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർത്തും നിരാശാജനകമാണ്. ഇപ്പോൾ ഒരു 15 വർഷം മുമ്പൊക്കെ പുരുഷ കമ്മീഷൻ വേണമെന്ന് ഞാൻ കുറേ അധികം ആളുകളോട് സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചൊരു വിഷയമാണ് ഇപ്പോൾ പൊതുരംഗത്ത് കേൾക്കുന്നത്. ഇപ്പോൾ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തത്തോടെയാണ് ഇവിടെ ജീവിക്കേണ്ടത്. സമത്വമാണ് വേണ്ടത്, ഇക്വാളിറ്റിയാണ് വേണ്ടത്. അല്ലാതെ സ്ത്രീ ഒരു പടി മുകളിലും പുരുഷൻ ഒരു പടി താഴെയൊന്നുമല്ല. എല്ലാവരും ഈക്വലാണ്. അപ്പോൾ നിയമവും ഈക്വലായിട്ട് പോകണമെന്നാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് സംരക്ഷണമുള്ള ഒരു വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുരുഷന് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പുരുഷ കമ്മീഷൻ ഈ ലോകത്ത് ആവശ്യം, പ്രത്യേകിച്ച് ഭാരതത്തിൽ ആവശ്യം തന്നെയാണ്. അത് ഒരു പുരുഷന് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല നമ്മളൊക്കെ അതിനെ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ പുരുഷന്മാർ പുരുഷ കമ്മീഷൻ വരുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷനോടൊപ്പം ഒരുപാട് സ്ത്രീകളാണ് അതിൽ സംരക്ഷിക്കപ്പെടുന്നത്. കാരണം അവന് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കുറയുകയും, അതുപോലെ തന്നെ അവനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്ന് ആ പുരുഷന് പ്രൊട്ടക്ഷൻ കിട്ടാനും ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇടപെടുന്നതുകൊണ്ട് നടക്കും. തീർച്ചയായിട്ടും പുരുഷ കമ്മീഷൻ ഈ സമയത്ത് ആവശ്യം തന്നെയാണ്. ഞാനതിനെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്.